നീറ്റ് 2024 വിജയം സൃഷ്ടിക്കാൻ ഇന്ത്യയിൽ നിന്നും ഇത്തവണ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നീറ്റ് ലക്ഷ്യം വെക്കുന്ന ഏത് വിദ്യാർത്ഥിക്കും ഈ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് നീറ്റിനെ നേടിയെടുക്കാൻ സാധിക്കും വിധം ബ്രില്യൻ സ്റ്റഡി സെന്റർ ഒരു ഗംഭീരമായ പ്രോഗ്രാം തയ്യാറാക്കിയിട്ടുണ്ട്. ഏതാ ജോസഫ് സാറേ പ്രോഗ്രാം? ബ്രില്യൻ ടെസ്റ്റ് സീരീസ്. യെസ്, BTS. കഴിഞ്ഞ നിരവധി വർഷങ്ങളിൽ നിരവധി വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള ബ്രില്യൻ ടെസ്റ്റ് സീരീസ്. ജോസഫ് സാറേ, നമ്മുടെ BTS പ്രോഗ്രാമിന്റെ പുതിയ ബാച്ച് എന്നാണ് ആരംഭിക്കുന്നത്? സാറേ, നമ്മുടെ നെക്സ്റ്റ് ബാച്ച് ഫെബ്രുവരി 4 ഓൺലൈനായും ഓഫ്ലൈനായും സ്റ്റാർട്ട് ചെയ്യുകയാണ്. യെസ്, 1,00,000-ലധികം ഡോക്ടർമാരെ സൃഷ്ടിച്ച സ്ഥാപനത്തിൽ പഠിച്ച് നിങ്ങൾക്കും നിങ്ങളുടെ സ്വപ്നം കൈവരിക്കാം. ജോസഫ് സാറെ, പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഞാൻ എടുത്തു ചോദിക്കുകയാണ്, 2023 മാത്രം എത്ര വിദ്യാർത്ഥികൾക്ക് MBBS അഡ്മിഷൻ ബ്രില്യന്റിൽ നിന്നുകൊണ്ട് ലഭിച്ചു? അതുപോലെ തന്നെ BTSൽ പഠിച്ച എത്ര വിദ്യാർത്ഥികൾക്ക് MBBS അഡ്മിഷൻ ലഭിച്ചു? സാറേ, നമുക്ക് ബ്രില്യന്റിൽ നിന്ന് കഴിഞ്ഞ വർഷം 4000-ലധികം സീറ്റുകളാണ് കിട്ടിയത് ടോട്ടൽ. BTS മാത്രമായിട്ട് 120-ലധികം സീറ്റുകൾ നമുക്ക് ലഭിക്കുകയുണ്ടായി. യെസ്, എക്സാക്ട്ലി. അപ്പം 4000-ലധികം MBBS സീറ്റ് നേടിക്കൊടുത്തുകൊണ്ടാണ് 2023 നീറ്റ് എൻട്രൻസ് എക്സാമിൽ ബ്രില്യൻ സ്റ്റഡി സെന്റർ ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നത്. ആൻഡ് 40 വർഷത്തെ പാരമ്പര്യം, അതൊരു വലിയ യെസ്. അപ്പോൾ തീർച്ചയായിട്ടും ആ 40 വർഷത്തെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ബ്രില്യൻ സ്റ്റഡി സെന്റർ BTS പ്രോഗ്രാമിൽ നിരവധി ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയണ്ടേ? BTSന്റെ മുഖ്യ ആകർഷണം എന്ന് പറയുന്നത് എക്സാം തന്നെയാണല്ലോ. അതെ, എക്സാമിന്റെ ചോദ്യാവലി തയ്യാറാക്കുന്നത് ഇന്ത്യയിലെ പ്രമുഖരായ അധ്യാപകരും നമ്മുടെ പഴയ റാങ്ക് ജേതാക്കളുമാണ്. യെസ്, അതായത് എല്ലാ വർഷങ്ങളിലും ബ്രില്യൻ സ്റ്റഡി സെന്ററിൽ 1ാം റാങ്ക് കരസ്ഥമാക്കുന്ന, അല്ലെ, കഴിഞ്ഞ വർഷത്തെ ആര്യയും അതുപോലെ തന്നെ നന്ദിതയും ഒക്കെ കൂടി ചേർന്ന് തയ്യാറാക്കുന്ന ചോദ്യങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് വളരെ ഹെൽപ്ഫുൾ ആവാൻ പോകുന്നത് നമ്മുടെ BTS പ്രോഗ്രാമിലൂടെ. ഇതുകൂടാതെ എവിടെയൊക്കെ ഉണ്ട് സാറേ നമ്മുടെ ഇത്തവണത്തെ സെന്റർ? എക്സാം സെന്റർ കേരളത്തിലെ എല്ലാ ജില്ലകളിലും എക്സാം സെന്റർ ഉണ്ട്. ഏകദേശം 40-ലധികം സെന്ററുകൾ നമുക്കുള്ളത് കേരളത്തിൽ തന്നെ. കേരളത്തിന് വെളിയിൽ നമുക്ക് ബാംഗ്ലൂരുണ്ട്, അതോടൊപ്പം ഇന്ത്യക്ക് വെളിയിൽ ദുബായും ഉണ്ട്. ഇത്രയും എക്സാം സെന്ററിൽ നമുക്ക് BTS പ്രോഗ്രാം എക്സാമിനുള്ള സംവിധാനമുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിജയം നേടണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട്. നമ്മുടെ ഈ എല്ലാ സെന്ററുകളിലേക്കും വിദ്യാർത്ഥികൾ ഉടനീളം എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. BTS പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പല ആവൃത്തി പരീക്ഷകൾ എഴുതുക എന്നുള്ളത് തന്നെയാണ് എന്ന് ജോസഫ് സാർ പങ്കുവെക്കുകയുണ്ടായി. എക്സാമിന്റെ ഉള്ളിൽ ബ്രില്യന്റ് നിരവധി ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ടാവും. അതിന്റെ വിശദാംശങ്ങൾ ഒന്ന് പറഞ്ഞു കൊടുക്കും സാർ. നമുക്ക് ഈ വർഷം റിപ്പീറ്റഡ് സ്റ്റുഡൻസിനൊപ്പം എഴുതാനായിട്ട് 2 ഷെഡ്യൂളാണ് തയ്യാറാക്കിയിരിക്കുകയാണ്. ഷെഡ്യൂൾ A, ഷെഡ്യൂൾ B. അത് നമ്മുടെ ക്രമീകരണത്തിന്റെ ഭാഗമായിട്ട് 2 ഷെഡ്യൂൾ ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഓൺലൈൻ ബാച്ചിലെ കുട്ടികളും ടെസ്റ്റ് സീരീസിലെ കുട്ടികളും ഷെഡ്യൂൾ A ആണ് ഫോളോ ചെയ്യുക. അത് ഫെബ്രുവരി 4 സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ടോട്ടൽ സിലബസിനെ നമ്മൾ 8 യൂണിറ്റായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉൾപ്പെടെ 85-ലധികം ചാപ്റ്ററുകളെ നമ്മൾ 8 യൂണിറ്റായിട്ട് തിരിച്ചിട്ട് ഓരോ യൂണിറ്റും ഓരോ ദിവസം. ഫെബ്രുവരി 4 നമ്മുടെ യൂണിറ്റ് 5 സ്റ്റാർട്ട് ചെയ്യുന്നു. രാവിലെ 9:30 മുതൽ 12:30 വരെയാണ് എക്സാം ടൈം. അപ്പോൾ കേരളത്തിലെ 40-ലധികം സെൻറ്ററുകളിൽ ഈ കുട്ടികൾക്ക് വന്ന എക്സാമിനുള്ള സംവിധാനമുണ്ട്. ഇങ്ങനെ 8 യൂണിറ്റ് എക്സാമുകൾക്ക് ശേഷം യൂണിറ്റ് കോമ്പിനേഷൻ ഉണ്ട്. യൂണിറ്റ് 1+2, 3+4, 5+6, 7+8. പിന്നെ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ അടുത്ത എക്സാം. അങ്ങനെ യൂണിറ്റ് എക്സാമുകൾക്ക് ശേഷം നമ്മൾ ഓൾ യൂണിറ്റ് എക്സാമുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാ എക്സാമുകളും തലേദിവസം നമുക്ക് പ്രിപ്പറേറ്ററി എക്സാം ലേണിംഗ് ആപ്പിലുണ്ട്. അത് എക്സാമിൻ്റെ തലേദിവസം രാവിലെ 6 മണി മുതൽ വൈകിട്ട് 10 മണി വരെ ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ആ എക്സാം എഴുതുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ കോൺഫിഡൻസോടുകൂടി പിറ്റേ ദിവസത്തെ നമ്മുടെ മോഡൽ എക്സാമിനെ അവർക്ക് സമീപിക്കാനുള്ള ഒരു അവസരമാണ് ലഭ്യമാവുക. അങ്ങനെ ഓൾ യൂണിറ്റ് എക്സാം ഉൾപ്പെടെ 31 എക്സാം നമ്മുടെ കുട്ടികൾക്ക് എഴുതാനുള്ള അവസരമുണ്ട്. ഈ എക്സാമിൻ്റെ എല്ലാം തലേദിവസം പ്രിപ്പറേറ്ററി മോഡൽ ആകുമ്പോൾ 62 എക്സാം. ഇതുകൂടാണ്ട് ഈവൻ ബാച്ചിൻ്റെ ആദ്യത്തെ 19 എക്സാം സെപ്പറേറ്റ് ഉണ്ട്, അതിന് പ്രിപ്പറേറ്ററി ഉണ്ട്. അങ്ങനെ ടോട്ടൽ ഒരു കുട്ടിക്ക് 100 എക്സാം എഴുതാനുള്ള അവസരമുണ്ട്. ഇതുകൂടാണ്ട് നമ്മുടെ എക്സാം എഴുതാൻ വരുന്ന ഓരോ കുട്ടിക്കും നമ്മൾ 10 ക്വസ്റ്റ്യൻ പേപ്പർ പ്രിൻ്റ് ചെയ്ത് വിത്ത് OMR ഷീറ്റ് നൽകുന്നുണ്ട്. അങ്ങനെ 110 എക്സാം എഴുതാനുള്ള അവസരമാണ് BTSൽ ജോയിൻ ചെയ്യുന്നത് ഏതൊരു കുട്ടിക്കുമുള്ളത്. അങ്ങനെ 110 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് 200 ചോദ്യം വെച്ച് 110 × 200 22,000 ചോദ്യങ്ങൾ ചെയ്യാനുള്ള അവസരമാണ് ലഭ്യമാവുക. ജോസഫ് സാർ, 22,000 ചോദ്യങ്ങൾ ചെയ്ത് പരിശീലിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നീറ്റ് 2024 എന്ന് പറയുന്നത്, അല്ലെ, അവർക്ക് തീർച്ചയായും അതിൽ നിന്നൊരു 180 ക്വസ്റ്റ്യൻ കിട്ടിയാൽ മതി. അതെ, അത് തീർച്ചയായും കിട്ടിയിരിക്കും. യെസ്, അപ്പോൾ വളരെ കോൺഫിഡൻറ്റോടുകൂടി തന്നെയായിരിക്കും നിങ്ങൾ നീറ്റ് 2024 പോവുക. BTS പ്രോഗ്രാമിലെ ഓരോ ചോദ്യങ്ങളും ചെയ്ത് പഠിച്ചാൽ ഉറപ്പായിട്ടും വിജയിക്കാം. സാർ, അതുപോലെ ഞാനൊരു നീറ്റ് ആസ്പിറൻ്റ് ആയിട്ട് സാറിനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. സാർ ഇപ്പോൾ പറഞ്ഞു BTS പ്രോഗ്രാമിൻ്റെ ഏറ്റവും പ്രധാന ആകർഷണം എന്ന് പറയുന്നത് നമ്മുടെ ടെസ്റ്റ് സീരീസ് തന്നെയാണ്. സോ അതിനുമപ്പുറം എനിക്ക് എന്തൊക്കെ BTS പ്രോഗ്രാമിൽ ചേർന്നാൽ ലഭിക്കും? സാറേ, BTS പ്രോഗ്രാമിൽ ചേരുന്ന ഏതൊരു കുട്ടിക്കും
എക്സാമിന് മുമ്പ് ലൈവ് ഡൗട്ട് ഡിസ്കഷൻ ഉണ്ട് ആ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ. എക്സാമിന് ശേഷം 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ റിസൾട്ട് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കും. പിന്നെ റിസൾട്ടിന്റെ കംപ്ലീറ്റ് ഇവാലുവേഷൻ, കുട്ടികൾക്ക് ആവശ്യമായ മോട്ടിവേഷൻ, പേരൻസ് മീറ്റിംഗ് നമ്മൾ വൈകിട്ട് വെബ്എക്സിൽ ലൈവ് മീറ്റിംഗ് ആയിട്ട് കണ്ടക്ട് ചെയ്യും. ഇത് കൂടാണ്ട് BTS ജോയിൻ ചെയ്യുന്ന ഏതൊരു കുട്ടിക്കും നമ്മുടെ ലേണിംഗ് ആപ്പ്, സാറിന് അറിയാം 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള നമ്മുടെ ലേണിംഗ് ആപ്പ്, അതാണ് കുട്ടിക്ക് കൊടുക്കുക. സാർ, ലേണിംഗ് ആപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാറ് പറഞ്ഞ പോലെ തന്നെ 5 സ്റ്റാർ റേറ്റിംഗ് ആണ് നമ്മുടെ ലേണിംഗ് ആപ്പിനുള്ളത്. കാരണം ബ്രില്യൻറ്റിൽ ജോയിൻ ചെയ്യുന്ന ഏതൊരു വിദ്യാർത്ഥിയും ലേണിംഗ് ആപ്പിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരു നീറ്റിനെ വളരെ കോൺഫിഡൻറ്റോടുകൂടി നേരിടാൻ സാധിക്കുന്ന എല്ലാ ഫെസിലിറ്റീസും നമ്മുടെ ലേണിംഗ് ആപ്പിൽ ക്രമീകരിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ടതാണ് ബ്രില്യൻറ്റിൻ്റെ എല്ലാ ടോപ്പിക്സിൻ്റെയും ക്ലാസ്സുകൾ. യെസ്, എക്സാക്ട്ലി. BTSൽ ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ബ്രില്യൻറ്റ് കംപ്ലീറ്റ് ക്ലാസ്സുകൾ നൽകുന്നുണ്ട്, ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റീസ് നൽകുന്നുണ്ട്, നിരവധി ചോദ്യങ്ങൾ, ലക്ഷക്കണക്കിന് ചോദ്യങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് നമ്മുടെ ലേണിംഗ് ആപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ ലഭിക്കുന്നത്. അത് ചാപ്റ്റർ വൈസ് ഉണ്ട്, ഓൾ യൂണിറ്റ് ഉണ്ട്, അതെ, തിരിച്ചുണ്ട്, അതെ, അതെ. അതുപോലെ തന്നെ എടുത്തു പറയുകയാണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതായത് കഴിഞ്ഞ നിരവധി വർഷങ്ങളിൽ നീറ്റ് ആസ്പിരൻസ് കടന്നുപോയ അതേ ചോദ്യങ്ങളിലൂടെ തന്നെ നിങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കും. ആൻഡ് ഇതിലൂടെ എല്ലാം നമ്മുടെ വിദ്യാർത്ഥികൾ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും വളരെ കോൺഫിഡൻറ്റോടുകൂടി തന്നെ നീറ്റ് 2024 വിദ്യാർത്ഥികൾക്ക് അഭിമുഖീകരിക്കാൻ സാധിക്കുമെന്നത് നിസ്സംശയം പറയാവുന്ന വസ്തുതയാണ്. യാതൊരു സംശയമില്ല. അതെ സാർ, ആകർഷകമായ ഇത്രയും ഫെസിലിറ്റീസ് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നീറ്റ് ആസ്പിറൻ്റ് ആയിട്ടുള്ള, അതിപ്പോൾ ഒരു മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ പോലും ബ്രില്യൻറ്റിൻ്റെ BTS പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യണമല്ലോ എന്ന് തോന്നിപ്പോ. ഞാനൊരു സംശയം കൂടി ചോദിക്കട്ടെ, ആർക്കൊക്കെ ബ്രില്യൻറ്റിൻ്റെ BTS പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും? സാറേ, നീറ്റ് എഴുതാൻ ആഗ്രഹിക്കുന്ന ഏതൊരു കുട്ടിക്കും, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, അവർ ഈ വർഷം നീറ്റ് എഴുതുന്നവരാണ്. പിന്നെ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അതുകൂടാണ്ട് ഒരു +2 കഴിഞ്ഞിട്ട് മറ്റു കോഴ്സ് ജോയിൻ ചെയ്യാൻ പോയി, ഡിഗ്രി അല്ലെ BTech മറ്റു കോഴ്സ് ചെയ്യുന്നവർ, അവർക്കും ഒരു MBBS കിട്ടിയ ഒരു ഡോക്ടറാണെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അവരും തീർച്ചയായിട്ടും BTSലോട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നീറ്റ് എഴുതണമെന്ന് ആഗ്രഹിക്കുന്ന ഇന്ത്യയിലെ ഏതൊരു കുട്ടിക്കും ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാവുന്ന കോഴ്സാണ് ബ്രില്യൻറ്റ് ടെസ്റ്റ് സീരീസ്. യെസ്, നീറ്റിൻ്റെ അതേ പാറ്റേണിലുള്ള എക്സാം ഇന്ന് തന്നെയാണ് ബ്രില്യൻറ്റിലെ എല്ലാ എക്സാമുകളെയും എല്ലാവരും വിലയിരുത്തുന്നത്, അല്ലേ സാർ? അങ്ങനെ ഒരു പ്രശസ്തി നമ്മുടെ ബ്രില്യൻറ്റിലെ എക്സാമിന് ലഭിക്കാനുള്ള കാരണം എന്താണ്? സാറേ, ബ്രില്യൻറ്റിൽ മിടുക്കരായ വിദ്യാർത്ഥികളാണുള്ളത്. അതെ. അപ്പോൾ ബ്രില്യൻറ്റിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഈ മിടുക്കരായ വിദ്യാർത്ഥികളോടൊപ്പം എക്സാമിനാണ് അവസരം കിട്ടുക. നമുക്ക് റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം ഉണ്ട്, ഓൺലൈൻ ബാച്ചുകളുണ്ട്. 10,000-കണക്കിന് വിദ്യാർത്ഥികൾ ബ്രില്യൻറ്റിൽ നീറ്റ് ഈ വർഷം എഴുതുന്നുണ്ട്. അപ്പോൾ BTS ജോയിൻ ചെയ്യുന്ന ഏതൊരു കുട്ടിക്കും ഇവരോടൊപ്പം എക്സാം എഴുതാൻ, അപ്പോൾ അവരുടെ എക്സാക്റ്റ് പൊസിഷൻ, അവരുടെ റേഞ്ച് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ ഒരു കുട്ടിക്ക് മനസ്സിലാക്കാനും അത് വിലയിരുത്തി പഠനത്തിൽ ആവശ്യമായ ക്രമീകരണം വരുത്തി അവർക്ക് ഇമ്പ്രൂവ്മെന്റ് വരുത്താനുള്ള ഒരു സുവർണ്ണ അവസരമാണ് BTSലൂടെ അവർക്ക് ലഭ്യമാകുക. ഇതുകൂടാതെ നമ്മുടെ BTS പ്രോഗ്രാമിൻ്റെ ഭാഗമാവുന്ന നിരവധി വിദ്യാർത്ഥികൾക്ക് ബ്രില്യൻറ്റിൻ്റെ സ്കോളർഷിപ്പുകളുണ്ട്. നീറ്റിന് 1ാം റാങ്ക് കരസ്ഥമാക്കുന്നവർക്ക് ബ്രില്യൻറ്റ് നൽകുന്നത് 1 കോടി രൂപയുടെ സ്കോളർഷിപ്പാണ്. 2022 കേരള മെഡിക്കലിൽ 10ാം റാങ്ക് നേടിയ നമ്മുടെ സിയോണ മരിയ ഡിസൂസയ്ക്ക് നമ്മൾ 2022 നീറ്റ് എൻട്രൻസ് എക്സാമിൽ എത്ര ലക്ഷം രൂപ സ്കോളർഷിപ്പായിട്ട്? 2 ലക്ഷം രൂപ സ്കോളർഷിപ്പ്. 2 ലക്ഷം രൂപ. ഇനി 2023 BTSലെ ഒരു വിദ്യാർത്ഥിയായിരുന്ന ജേക്കബ് ബിബിൻ, BTSലൂടെ എയിംസ് ഡൽഹിയിലാണ് ഇപ്പോൾ പഠിക്കുന്നത്, അല്ലേ സാർ? യെസ്, ആ വിദ്യാർത്ഥിക്ക് നമ്മൾ എത്ര ലക്ഷം രൂപ? 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും BTS പ്രോഗ്രാമിൻ്റെ ഭാഗമാവുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ ബ്രില്യൻറ്റിൻ്റെ സ്കോളർഷിപ്പിനും അർഹരാണ്. സോ ഉടൻ തന്നെ brilliantpala.org എന്ന് പറയുന്ന നമ്മുടെ സൈറ്റിൽ പ്രവേശിച്ച് BTS എന്ന പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്യുക. BTSൽ ജോയിൻ ചെയ്ത് ഈ വർഷത്തെ വിജയം നമുക്ക് ഉറപ്പിക്കാം. യെസ്, റിസൾട്ട് ഉള്ളത് പഠിക്കുക, റിസൾട്ട് നേടുക.